മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഗേറ്റ് നമ്പർ 1 അതായത് ബാബുസലാമിലൂടെയോ അല്ലെങ്കിൽ ബാബു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിലൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോ തൂണിലും ഇതുപോലെ ഹദ്ദു മസ്ജിദുൻ നബി എന്ന് എഴുതിയത് കാണാൻ കഴിയും കേട്ടോ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ പരിധി. മുത്തുനബിയുടെ കാലത്ത് മസ്ജിദുൻ നബവിയുടെ പരിധി അതായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആ ഓരോ തൂണിലും ഹദ്ദു മസ്ജിദുൻ നബവി എന്ന് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് റൗള ഷരീഫിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഹ്റാബിന് തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ഒരു തൂണ്, അതിന്മേൽ ഉസ്തുവാനത്തുൽ ഹന്നാന അല്ലെങ്കിൽ ഉസ്തുവാനത്തുൽ മുഹല്ലക്ക എന്ന് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് കരയുന്ന തൂണ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ആയിരുന്നു കേട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യകാലത്ത് ഖുതുബ ഓതിയിരുന്ന ആ ഈന്തപ്പന മട്ടൽ ഉണ്ടായിരുന്നത്. ഈന്തപ്പന മട്ടൽ കരയുകയും അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സമാധാനിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ അത് ഉണങ്ങിയ ശേഷം ഇവിടെ തന്നെയാണ് അതിനെ മറവ് ചെയ്തിട്ടുമുള്ളത്. ഒരിക്കലും ഇവിടെ കഫം കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കുകയും അങ്ങനെ ഒരു സഹാബി അത് തൻ്റെ വസ്ത്രം കൊണ്ട് തുടച്ചെടുക്കുകയും അവിടെ അത്തറ് പൂശുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിന് മുഹല്ലക്ക എന്ന പേര്, അത്തറ് പൂശിയ തൂണ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ തൂണിന്റെ തൊട്ടു പിറകിലുള്ള മറ്റൊരു തൂണാണ് കേട്ടോ ഉസ്തുവാനത്തുൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള തൂണ്. മസ്ജിദുൻ നബവിയിൽ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്നും അതിന്റെ പ്രത്യേകത എങ്ങാനും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്തിന് വേണ്ടി നറുക്കിടുമെന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയും ശേഷം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആദ്യമായി വന്ന് നിസ്കരിച്ചത് ഈ തൂണിന് പിറകിൽ നിന്നായിരുന്നു. ഉസ്തുവാനത്തു ആയിഷയുടെ തൊട്ടടുത്തുള്ള തൂണാണ് കേട്ടോ ഉസ്തുവാനത്തു തൗബ അല്ലെങ്കിൽ തൗബ തൂണ് എന്ന് അറിയപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു രഹസ്യം അറിയാതെ അത് വെളിപ്പെട്ടു പോയപ്പോൾ അവർ സ്വയം അവരുടെ ശരീരം കെട്ടിയിട്ടിരുന്നത് ഈ തൂണിന്മേലായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിന്റെ ഇരുമ്പ് ഗേറ്റിന്മേലുള്ള ആദ്യത്തെ തൂണാണ് കേട്ടോ ഉസ്തുവാനത്തു സരീർ. ഈ ഒരു തൂണിനടുത്തായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ മാസത്തിൽ ഇഅ്തികാഫ് ഇരുന്നതും അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലുണ്ടായിരുന്നതും ഈ ഒരു തൂണിനോട് അടുത്തായിരുന്നു. ഉസ്തുവാനത്തു സരീറിന് തൊട്ടടുത്തുള്ള മറ്റൊരു തൂണാണ് കേട്ടോ ഉസ്തുവാനത്തുൽ ഹർസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബത്ത് കാവൽ നിന്നിരുന്നത് ഈ ഒരു തൂണിനടുത്തായിരുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തുൽ വഫൂദ്. ഇവിടെയായിരുന്നു യാത്രാ സംഘവും അതുപോലെ തന്നെ നിവേദക സംഘവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് കാണാൻ കഴിയാത്ത മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തു തഹജ്ജുദ്. ആ സ്ഥലത്ത് നിന്നായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിച്ചിരുന്നത്.